ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ച ധീരനായകർക്ക് രാജ്യം അന്തിമോപചാരം അർപ്പിക്കുകയാണ്. സുലൂർ വ്യോമസേനാ താവളത്തിലെ പൊതുദർശനത്തിൽ കണ്ടത് അതിവൈകാരിക മുഹൂർത്തം. ജനറൽ ബിപിൻ റാവത്ത് ഔദ്യോഗിക ജീവിതത്തിൽ ഏറെക്കാലം ചെലവഴിച്ച കുന്നൂരിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. അപകടശേഷം റാവത്തിനെ പുറത്തെത്തിച്ച ശിവകുമാർ അവസാന നിമിഷങ്ങൾ ഓർത്തെടുത്തതും നമുക്ക് ഓരോരുത്തർക്കും വേദനയായി. വൈകാരിക സാഹചര്യം ഒരു വശത്ത് നിൽക്കുമ്പോഴും അപകടത്തിന് യാഥാർത്ഥ്യം അറിയുക എന്നത് രാജ്യത്തിന്റെ അവകാശമാണ്. അപകടത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ പല ചോദ്യങ്ങളും ഉയർത്തുന്നു. അതൊരു എഞ്ചിൻ തകരാറാണോ, അതോ തെറ്റായ നിർദ്ദേശത്തെ തുടർന്നുള്ള അപകടമാണോ? കണ്ടെടുത്ത ഡേറ്റ റെക്കോർഡർ മുഴുവൻ സത്യവും വെളിവാക്കുമോ? സംയുക്ത സേന അന്വേഷണം പ്രഖ്യാപിച്ച പ്രതിരോധ മന്ത്രി ഇന്ന് പാർലമെന്റിൽ, പക്ഷേ അപകട കാരണത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. കൂനൂരിലെ സത്യം അറിയേണ്ടേ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. അതിഥികളുടെ നീണ്ട നിരയുണ്ട്. അവരിലേക്ക് എത്തും മുമ്പ് തത്സമയ ദൃശ്യങ്ങളാണ് പാലം വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ കാണുന്നത്. ജനറൽ ബിപിൻ റാവത്ത് അടക്കമുള്ള 13 പേരുടെ മൃതദേഹം ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചിരിക്കുന്നു. ആദരവോടെ മൃതദേഹങ്ങൾ വിമാനത്താവളത്തിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി, രാഷ്ട്രപതി അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ വിമാനത്താവളത്തിലേക്ക് എത്തുകയാണ്. കൃത്യം 9:05 പ്രധാനമന്ത്രി എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 9:15 രാഷ്ട്രപതിയുടെ അന്തിമോപചാരം അർപ്പിക്കൽ. 13 മൃതദേഹങ്ങളും എത്തിക്കുകയാണ്. ഒരു മലയാളി അടക്കമുള്ളവരാണ് ഇന്നലെയുള്ള ദുരന്തത്തിൽ പൊലിഞ്ഞത്. മലയാളിയായ പ്രദീപിൻ്റെ മൃതദേഹം ആദരവോടുകൂടി തന്നെ കേരളത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഉറപ്പാണ് കേരളത്തിലെ MP-മാർക്ക് ഇന്ന് പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്നത്. പാലം വിമാനത്താവളത്തിൽ കനത്ത സുരക്ഷയാണ്. അവിടെ നിന്ന് അരുൺ ശങ്കറാണ് അല്പം മുമ്പ് വിവരങ്ങൾ നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നൽകുന്നതിന് തടസ്സമുണ്ട്. അതവിടെ അനുവദിക്കുന്നില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ദൃശ്യങ്ങൾ ലൈവായി നൽകുന്നുമുണ്ട്. 8:30 മുതൽ ആദരാഞ്ജലി അർപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് അറിയുന്നത്. 9:05 പ്രധാനമന്ത്രി എത്തുക. 9:15 രാഷ്ട്രപതിയുടെ ശ്രദ്ധാഞ്ജലിയും ഉണ്ടാകും. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കലടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ DNA ടെസ്റ്റിലൂടെ 5 മൃതദേഹങ്ങൾ മാത്രമാണ്, ജനറൽ ബിപിൻ റാവത്തും ഭാര്യയും അടക്കം 5 മൃതദേഹങ്ങളുടെ ഫലം മാത്രമാണ് വ്യക്തമായിട്ടുള്ളത്. ബാക്കിയുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. DNA പരിശോധനാ ഫലം എപ്പോൾ ലഭിക്കുമെന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. നാളെ രാവിലെയാണ് സംസ്കാര ചടങ്ങുകൾ. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് 13 മൃതദേഹങ്ങളും സംസ്കരിക്കുക. രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിലൊന്ന്. രാജ്യം ദുഃഖാചരണത്തിലാണ്. സംയുക്ത സേനാ മേധാവി അടക്കം 13 പേരുടെ മൃതദേഹം ഇപ്പോൾ പാലം വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രധാനമന്ത്രിയും രാഷ്ട്രപതി അടക്കം വരുമ്പോഴുള്ള ദൃശ്യങ്ങൾ, അതിലേക്ക് നമുക്ക് എത്താം. ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. നമ്മോടൊപ്പം ചർച്ചയിൽ ബ്രിഗേഡിയർ MP നായരുണ്ട്. പ്രതിരോധ രംഗത്തെ വിദഗ്ധനും എഴുത്തുകാരനുമായ ജോസി ജോസഫ് ഉണ്ട്. വിംഗ് കമാൻഡർ തങ്കച്ചൻ ജോൺ, കേണൽ ശ്രീകുമാർ എന്നിവരാണ്. ഇവരിലേക്ക് പോകും മുമ്പ് ഞാൻ നിങ്ങളുടെ പ്രതിനിധി ബസന്തിലേക്ക് പോകുന്നു. ബസന്ത്, ഇപ്പോൾ പാലം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി, രാഷ്ട്രപതി അടക്കമുള്ള അവിടെയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നത്. ഈ പാലം വിമാനത്താവളത്തിൽ ശ്രദ്ധാഞ്ജലിക്കുള്ള സമയം എത്ര സമയമാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം എവിടേക്കാണ് മാറ്റുക? സ്മൃതി, അല്പസമയം മുമ്പാണ് പാലം വിമാനത്താവളത്തിൽ 13 മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം എത്തിയത്. ഇപ്പോൾ മൃതദേഹങ്ങൾ അവിടെ കിടത്തുന്ന ഒരു നടപടികളിലേക്ക് നീങ്ങുകയാണ്. ബിപിൻ റാവത്ത് മുതൽ 13 പേരുടെയും മൃതദേഹങ്ങൾ അവിടെ വരിവരിയായി തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് കിടത്തുകയാണ്. ആദ്യം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രതിരോധ സെക്രട്ടറി ആയിരിക്കും. ഏറ്റവും ഒടുവിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് 9:15 സുപ്രീം കമാൻഡർ അല്ലെങ്കിൽ സൈന്യത്തിന്റെ സൈന്യാധിപനായ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആയിരിക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുക. അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9:05 ആദരാഞ്ജലികൾ അർപ്പിക്കും. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടെ എത്തും എന്നാണ് മനസ്സിലാകുന്നത്. 3 മൃതദേഹങ്ങൾ മാത്രമാണ് DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത് എന്നാണ് വ്യോമസേന അല്പസമയം മുമ്പ് അറിയിച്ചത്. ഒന്ന് ബിപിൻ റാവത്ത്, അദ്ദേഹത്തിന്റെ പത്നി
ഭാര്യ മതുലിക, അതുപോലെ ഡിഫൻസ് അസിസ്റ്റന്റ് ആയിരുന്ന ബ്രിഗേഡിയർ LS ലിഡർ എന്നിവരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മറ്റ് 11 പേരുടേത് 10 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യോമസേന അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മൃതദേഹങ്ങൾ തൽക്കാലം മോർച്ചറിയിലേക്ക് മാറ്റും. പിന്നീട് തിരിച്ചറിയുന്ന മുറയ്ക്ക് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്നാണ് ഇപ്പോൾ വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജനറൽ LS ലിഡറിന്റെ ബന്ധുക്കൾ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഇപ്പോൾ ലീഡറിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ശരി ബസന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. നമ്മോടൊപ്പം ചർച്ചയിൽ ശ്രീ NK പ്രേമേന്ദ്രൻ MP ഉണ്ട്. അദ്ദേഹം പാർലമെന്റിന് ശേഷമുള്ള ഒരു യോഗത്തിലായിരുന്നു. അദ്ദേഹം എത്തുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ഞാൻ നേരത്തെ അദ്ദേഹത്തിന്റെ പേര് പറയാതിരുന്നത്. അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം അദ്ദേഹത്തിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ NK പ്രേമേന്ദ്രൻ, വൈകാരികമായ ഒരു സാഹചര്യം രാജ്യത്തിന് മുമ്പിലുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും മുന്നിലുണ്ട്. പക്ഷെ അതിലപ്പുറം സത്യം അറിയുക എന്ന ഒരു കാര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ NK പ്രേമേന്ദ്രൻ ഇന്ന് പ്രതിരോധ മന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ അപകടം സംബന്ധിച്ചുള്ള പ്രതികരണം ഒരു അന്തിമോപചാരം അർപ്പിക്കൽ എന്നതിനപ്പുറം അപകട കാരണത്തിലേക്ക് കടക്കാതെയുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെയൊരു പ്രതികരണമാണോ നമ്മൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത്? ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത പാർലമെന്റിൽ പ്രതീക്ഷിച്ചിരുന്നില്ലേ? ശ്രീ NK പ്രേമേന്ദ്രൻ. ഞാൻ അതേ ചോദ്യം ശ്രീ ജോസി ജോസഫിനോട് ചോദിക്കുകയാണ്. ശ്രീ ജോസി ജോസഫ്, ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അപകടം സംബന്ധിച്ച പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അപകട കാരണത്തിലേക്ക് കടക്കാതെ ആദരാഞ്ജലി അർപ്പിക്കൽ മാത്രമാണ് അദ്ദേഹം ചെയ്തത്. പാർലമെന്റിൽ കൂടുതൽ വ്യക്തത താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? വ്യക്തത മാത്രമല്ല, അപകട കാരണങ്ങൾ അറിയാൻ സമയമെടുക്കുമായിരിക്കും. പക്ഷേ പാർലമെന്റിലെ പ്രസ്താവനയിൽ എന്നെ നിരാശപ്പെടുത്തിയ പ്രധാന കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുന്ന എൻക്വയറി കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു മിലിറ്ററി, ഒരു എയർഫോഴ്സ് എയർ മാർഷൽ ഹെഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് പോരാ. കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സീനിയർ മിലിറ്ററി ഓഫീസറാണ്. അതും പല ചോദ്യങ്ങളും ബാക്കിയാക്കിക്കൊണ്ടാണ് അപകടം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാ തരത്തിലുള്ള ഏത് ഏജൻസികളിൽ നിന്നുള്ള ഇൻഫർമേഷനും ആക്സസ് ചെയ്യാൻ ഒക്കുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനോ ആയിരുന്നു വേണ്ടിയിരുന്നത്. കാരണം ഈ ഒരു മിലിറ്ററി എൻക്വയറി കമ്മിറ്റിക്ക് എല്ലാ ഏജൻസികളും, നമ്മളീ പറയുന്ന ഇന്റലിജൻസ് ഏജൻസികളും മറ്റു ഏജൻസികളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ചോദിക്കാമെങ്കിലും എല്ലാം അക്സസബിൾ ആകുമെന്നൊന്നും വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാരണം ആർക്കെങ്കിലും എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇൻ ദ പ്രസംഷൻ നമ്മളിതൊരു അട്ടിമറി ആണ് എന്നുള്ള കാര്യം റൂൾ ഔട്ട് ചെയ്യരുത്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ഗവൺമെന്റിന് സ്ഥലത്തു നിന്നുള്ള ആ പ്രഖ്യാപനം, അന്വേഷണ കമ്മിറ്റിയുടെ പ്രഖ്യാപനം നിരാശപ്പെടുത്താണ്. ശ്രീ NK പ്രേമേന്ദ്രൻ, എത്രത്തോളം ശ്രീ ജോസി ജോസഫിനോട് താങ്കൾ യോജിക്കുന്നുണ്ട്? ഞാൻ ചോദിച്ചത്, ഈ സംയുക്ത സേന അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു, പക്ഷേ പാർലമെന്റിൽ ഇന്ന് പ്രതിരോധ മന്ത്രിയുടെ വിശദീകരണം അത് എത്രത്തോളം തൃപ്തികരമാണ് എന്നുള്ളതാണ്. അപകട കാരണത്തെക്കുറിച്ച് കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല. മാത്രമല്ല മറ്റൊന്ന് ജോസി ജോസഫ് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ സംയുക്ത സേന അന്വേഷണം എന്നുള്ളത് എല്ലാ തലത്തിലേക്കും കടക്കാൻ പര്യാപ്തമല്ല. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം അതാണ് വേണ്ടത് എന്നൊരു അഭിപ്രായം താങ്കൾ എത്രത്തോളം യോജിക്കുന്നു? രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചത്. ഒന്ന്, പാർലമെന്റിൽ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. ആ പ്രസ്താവനയുടെ ഉള്ളടക്കം പരിശോധിച്ചാൽ ഇന്നലെ വാർത്താമാധ്യമങ്ങളിൽ നാം കേട്ടറിഞ്ഞ സംഭവവികാസങ്ങളുടെ കേവലമായിട്ടുള്ളൊരു പരിപ്രേക്ഷ്യമായിരുന്നു ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവന എന്ന നിലയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അതിനപ്പുറത്തേക്ക് സംഭവവികാസങ്ങളെ സംബന്ധിച്ചുള്ള മറ്റൊരു വിശദീകരണവും ഉണ്ടായില്ല. സ്വാഭാവികമായും ഗവൺമെൻറ് ന്യായീകരിക്കാം, കാരണം അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആ ഒരു പ്രാരംഭഘട്ടത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒട്ടും ഉചിതമല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ആക്ഷേപവും ഉന്നയിച്ചില്ല, ഇപ്പോഴും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
പക്ഷേ രണ്ടാമത്തെ പ്രശ്നം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമാണ് എന്നാണ് എൻ്റെയും വിശ്വാസം. മിലിറ്ററി ഏജൻസിയുടെ അല്ലെങ്കിൽ മിലിറ്ററി തലത്തിലുള്ള അന്വേഷണം നടക്കട്ടെ, അതിലൊരു തെറ്റുമില്ല. നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഏതുണ്ടായാലും ആ സംഭവങ്ങളെ സംബന്ധിച്ച് പ്രാഥമികമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട ഏജൻസികൾ ബാധ്യസ്ഥമാണ്. അത് ഈവൻ അതർവൈസ് അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, ചുമതലയുണ്ട്. പക്ഷേ അതോടൊപ്പം രാജ്യത്തിൻ്റെ സംയുക്ത സൈനിക മേധാവിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ സൈനിക തലത്തിലുള്ള നിരവധി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ഒരു മഹാദുരന്തത്തിൽപ്പെട്ട് ആകസ്മികമായി മരിക്കാനിടയായിട്ടുള്ള പശ്ചാത്തലത്തെ സംബന്ധിച്ച് സൈനിക തലത്തിലുള്ള അന്വേഷണത്തിനപ്പുറത്തേക്കുള്ള ഒരു വിപുലമായ അന്വേഷണം, ഒരു മൾട്ടി ഡിസിപ്ലിനറി ഏജൻസീസിൻ്റെ ഒരു അന്വേഷണം, ആ അന്വേഷണത്തെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ജുഡീഷ്യൽ സ്വഭാവം അതിനുണ്ടാകുന്നത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഈ വിശ്വാസം. കാരണം ഒരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകുമ്പോൾ, ആ ജുഡീഷ്യൽ അന്വേഷണം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പർട്ടിക്കുലർ ജഡ്ജിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമല്ല. വിവിധ തലങ്ങളിൽ, അതായത് മിലിറ്ററിയുമായി ബന്ധപ്പെട്ട പ്രശ്നമെന്ന നിലയിൽ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ ഇതൊരു രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന നിലയിൽ അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന, രഹസ്യ സ്വഭാവം നിലനിർത്താൻ കഴിയുന്ന തലത്തിലുള്ള വിവിധ ഏജൻസികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷന് തന്നെ അന്വേഷണം എന്നുള്ളത് വളരെ വളരെ സ്വാഗതാർഹമായിട്ടുള്ള നിർദ്ദേശമാണ്. പ്രതിപക്ഷം അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമോ? അതിന് ഉത്തരം പറയാൻ പോയപ്പോഴാണ് ഈ ചോദ്യം വന്നത്. കറക്റ്റ് സമയത്താണ് ആ ചോദ്യം വന്നത്. ഞങ്ങൾ ഇന്ന് എന്തുകൊണ്ടത് ഉന്നയിച്ചില്ല? വളരെ പ്രസക്തമാണ്. കാരണം രാജ്യം ഒന്നാകെ ഒരു ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് മോചനം നേടാതെ നിൽക്കുന്ന ഒരു അവസരമാണ്. ഇപ്പോൾ എല്ലാവിധമായിട്ടുള്ള രാജ്യത്തിൻ്റെ ബഹുമതിയോടും കൂടി അവരുടെ അന്ത്യശുശ്രൂഷാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് അനുശോചനം, ദുഃഖം ഇത് പ്രകടിപ്പിക്കുക, സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിക്കുക എന്നതിനപ്പുറത്തേക്കുള്ള മറ്റു വിഷയങ്ങളിലേക്ക് ഇന്നും നാളെയുമൊക്കെ കടക്കുന്നത് തികച്ചും അനുചിതമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കും. എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായം, ഏതായാലും UPA എന്ന തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ ഓരോ പാർട്ടികളും ഇതിനെ സംബന്ധിച്ച് ആഭ്യന്തര തലത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകാം. ഒരു പൊതു ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. കാരണം ഇത് തന്നെയാണ്, ദുരന്തത്തിൻ്റെ നടുക്കത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് നാടിനിയും മോചിതമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നത് ഉചിതമല്ല, ശരിയല്ല. നാളെ കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ചുള്ള വിവിധ തലങ്ങളിലുള്ള വിലയിരുത്തലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങളും രൂപപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ രൂപപ്പെടുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനമായും ഉയർന്നു വരാൻ സാധ്യതയുള്ളത് മിലിറ്ററി തലത്തിലുള്ള, സൈനിക തലത്തിലുള്ള അന്വേഷണം കൊണ്ട് ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായും ഒരു മൾട്ടി ഡിസിപ്ലിനറി ഏജൻസീസിൻ്റെ സംയുക്ത നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ പിൻബലത്തോട് കൂടിയിട്ടുള്ള ഒരു ജുഡീഷ്യൽ എൻക്വയറി ഈ കാര്യത്തിൽ അനിവാര്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. വ്യക്തമാണ്. ശ്രീ N.K. പ്രേമചന്ദ്രൻ, ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് ഇന്ന് അത് ആവശ്യപ്പെട്ടുകൂടാ എന്ന ഔചിത്യം പാലിക്കുകയാണോ പ്രതിപക്ഷം ചെയ്തതെന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്. ഏതായാലും നമ്മൾ ആ ദൃശ്യങ്ങളിലെ ചില വിവരങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ബ്രിഗേഡിയർ LS ലീഡറിൻ്റെ ബന്ധുക്കൾ അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നു. ഒപ്പം ജനറൽ ബിപിൻ റാവത്തിൻ്റെ കുടുംബാംഗങ്ങളും അന്തിമോപചാരം അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മകളടക്കം വിതുമ്പുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതീവ വൈകാരികമായ മുഹൂർത്തമാണ്. കരുത്തുറ്റ മനസ്സോടുകൂടി തന്നെ കാര്യങ്ങൾ നേരിടാൻ കെൽപ്പുള്ളവരാണ് സൈനികരും സൈനികരുടെ കുടുംബാംഗങ്ങളും. പാലം വിമാനത്താവളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ബ്രിഗേഡിയർ NV നായരിലേക്ക് പോകുന്നു. ശ്രീ NV നായർ, ഇന്നലെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പ്രസക്തമായ പല വിഷയങ്ങളുടെയും തുടർച്ചയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഇന്നിപ്പോൾ അപകടത്തിന് തൊട്ടു മുമ്പുള്ള ഹെലികോപ്റ്ററിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടല്ലോ. എന്ത് തരത്തിലുള്ള സംശയമാണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരു എഞ്ചിൻ തകരാറാണോ? എന്താണ് സംഭവിച്ചത്? കുറച്ച് നേരം നിന്ന് കറങ്ങുന്നു, അതിനുശേഷമാണത് ഒരു തീഗോളമായി താഴേക്ക് പതിച്ചത്. അതേ വാചകം തന്നെയാണ് രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ വിശദീകരിച്ചത്. എന്താണ് താങ്കൾക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും തോന്നിയ കാര്യം? നമ്മൾ ഇന്നലെ ചർച്ച നിർത്തുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നില്ല.
ഇത് ഒരു വാല്യുബിൾ ഇൻപുട്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു കരുതലോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. നമ്മൾ ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് അവിടെ വേറെ ഹെലികോപ്റ്റർ ആ സമയത്ത് ഏതായാലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സംശയമില്ല. അപ്പോൾ ഇത് ജനറൽ റാവത്ത് ആൻഡ് പാർട്ടിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ തന്നെയാണ്. അത് ഒരു ഇനീഷ്യൽ ഫേസ് ഒരു കുറച്ച് സെക്കൻഡിൽ നമുക്ക് അതിനെ ശരിക്ക് കാണാം. പിന്നെ അത് മൂടൽമുന്നിലേക്ക് മറയുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്. പിന്നെ അവിടെ അത്രയും താഴെ ആ ഒരു സ്പീഡിൽ പറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത മനുഷ്യൻ എന്ന് വെച്ചാൽ വിഷ്വൽ കൺട്രോൾസിലാണ് അവിടെ ആ സമയത്ത്. ഇല്ലാതെ ഇൻസ്ട്രുമെൻ്റൽ ഫ്ലൈയിങ്ങിനുള്ള ടൈമോ അതിൻ്റെ ഒരു കേപ്പബിലിറ്റിയോ ആ ഹെലികോപ്റ്ററിനുണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അത് അങ്ങനെ ആയിരിക്കുകയുമില്ല. അപ്പോൾ ഇതിൽ ഒരു എൻക്വയറി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത് ഈസ് ഇറ്റ് എ ഹ്യൂമൻ എറർ ഓർ ഈസ് ഇറ്റ് എ ടെക്നിക്കൽ എറർ? ഇതാണ് ബേസിക് രണ്ട് കാര്യങ്ങൾ. അതില്ലാതെ ഇപ്പോൾ വേറൊരു കാര്യം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ സബട്ടാജ്, ഞാൻ ആ ഒരു വേർഡ് വളരെ കോഷ്യസായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു സബട്ടാജിൻ്റെ ആംഗിൾ ഇതിന് ഇല്ല എന്ന് ഏതായാലും പറയുന്നത് അത് എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷമേ ആകുള്ളൂ. അതുകൊണ്ട് അതും അതിൻ്റെ ഒരു പാരാമീറ്റർ, ഒരു ടേം ഓഫ് റെഫറൻസ്, ഒരു എൻക്വയറി വയ്ക്കുമ്പോൾ അതിന് ടേംസ് ഓഫ് റെഫറൻസ് കൊടുക്കുന്നത്. കൺവീനിങ് ഓഫീസർ ആ ഒരു കൺവീനിങ് ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈസ് അതിൻ്റെ കോമ്പസിഷൻ. അപ്പോൾ ഇതിൽ കോമ്പസിഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു എയർ മാർഷൽ എന്ന് പറഞ്ഞാൽ 3 സ്റ്റാർ ജനറൽ, ലെഫ്റ്റനന്റ് ജനറൽ ഈക്വലൻ്റ് ഓഫീസറാണ്. ദാറ്റ് ഈസ് ഗുഡ് ഇനഫ്. പിന്നെ ഡൊമൈൻ എക്സ്പേർട്സ്, ഇതിൻ്റെ എല്ലാ ഡൊമൈൻസും, അപ്പോൾ എയർ ഫ്രെയിം, വെതർ, അതൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സബട്ടാജ് അങ്ങനെ ഒരു ആംഗിളിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറ്റിയ, അല്ലെങ്കിൽ അതിനെ വിലയിരുത്താൻ പറ്റിയ ഒരു വ്യക്തി കൂടെ ഇതിൽ ഉണ്ടാകുന്നത് നന്നായിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ പ്രാഥമിക ഇങ്ങനെ ഒരു ഫോർമൽ കോർട്ട് ഓഫ് എൻക്വയറി നടത്തിയിട്ട് അതിൽ തന്നെ സംശയാതീതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഫൈൻഡിങ്സ് വരും. അത് കഴിഞ്ഞാണ് ഒപ്പീനിയൻ ഓഫ് ദ കോർട്ട്. അങ്ങനെയാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫൈൻഡിങ്സ്, ഒപ്പീനിയൻ ഓഫ് ദ കോർട്ട് എന്നാണ്. അത് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് അതിൻ്റെ കാരണങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇപ്പോൾ എല്ലാ ഇൻപുട്സും നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കില്ല. ഈ കോർട്ട് ഓഫ് എൻക്വയറിയിലുള്ള ഇതിൻ്റെ ഐ വിറ്റ്നസ്സസ്, ഇന്ന് ഒരു ടി എസ്റ്റേറ്റിൻ്റെ ഓണറിൻ്റെ ഒരു ലൈവ് ഞാനും നിങ്ങളുമെല്ലാം ശ്രദ്ധിച്ചിരിക്കും. അദ്ദേഹം പറയുന്നത് അവിടെ ഒരു ഏറ്റവും വലിയ വൃക്ഷമുണ്ടായിരുന്നു, അതിൽ അതിൻ്റെ ക്ഷതം അദ്ദേഹത്തിന് കാണാൻ പറ്റി. അദ്ദേഹം ഇതിൽ ഇഞ്ചർ ആയപ്പെട്ട ഒരു 3 വ്യക്തികളെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നതിൽ മുൻകൈയെടുത്ത അദ്ദേഹമാണ്. അപ്പോൾ ഐ വിറ്റ്നസ് അല്ലെങ്കിലും അതുണ്ടായി ഏറ്റവും ആദ്യം ചെന്ന വ്യക്തിയാണ്. അപ്പോൾ ആഘാതമാണ് അവസാനം ഇതിൻ്റെ ഒരു വന്ന് പതിക്കുക മാത്രമല്ല, ആ ഒരു സ്പീഡോടുകൂടി ഇത്ര വലിയ മരത്തിൽ ചെന്ന് തട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വെലോസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കണം. അതിൽ കൂടെ ആയിരിക്കും. അപ്പോൾ ഈ ഫ്യൂൽസ് എത്രയുണ്ടെന്ന് ചില എക്സ്പെർട്സൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. തൗസൻഡ്സ് ഓഫ് ലിറ്റേഴ്സ് ഉണ്ടാകാനാണ് സാധ്യത. സാധാരണ ലെവലിൽ അതിന് ഫോം റിലീസ് ചെയ്ത് അതിനെ കട്ട് ഓഫ് ചെയ്യാനുള്ള ക്ഷമത ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസിന് ഉണ്ട്. അതിനുള്ള കാര്യങ്ങൾ തന്നെ ഇതിനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും അതിഭയങ്കരമായ തീ പിടിച്ചു. അതിലാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ടോ, ഒരു 3 ബോഡി മാത്രമേ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒന്നൊരു ലേഡിയാണ്, അതിൽ ബുദ്ധിമുട്ടാവില്ല. പിന്നെ ചീഫ് ഓഫ് CDS ആയിരുന്നു, പിന്നെ ബ്രിഗേഡിയർ ലീഡറായിരുന്നു. ബാക്കി ഉള്ള 8 പേരെ തന്നെ വിഷ്വലായിട്ട്, അപ്പോൾ അത്രയും ദേഹം കരിഞ്ഞ് ബിയോണ്ട് റെക്കഗ്നീഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താപനില നമ്മൾക്ക് ഉദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഒരു കോർട്ട് ഓഫ് എൻക്വയറി തന്നെ പ്രാഥമികമായിട്ടൊരു ഫോർമൽ കോർട്ട് ഓഫ് എൻക്വയറി
അവർക്ക് ശരിക്കുള്ള ഒരു ഒപ്പീനിയനിലെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് എങ്ങനെ ചെയ്യുമെന്ന് അവർക്ക് ദേ ക്യാൻ ടേക്ക് എ കോൾ ദെൻ. തീർച്ചയായും ശ്രീ NB നായർ, താങ്കൾ ഇന്നലെ ആയാലും ഇന്നായാലും കുറച്ചുകൂടി കാര്യങ്ങൾ തുറന്നു പറയുന്നു. അത് വളരെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുമ്പോഴും പരിശോധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് ആ ചോദ്യങ്ങൾ. വിംഗ് കമാൻഡർ ശ്രീ തങ്കച്ചൻ ജോണിലേക്ക്. ശ്രീ തങ്കച്ചൻ ജോൺ, എത്രത്തോളം യോജിക്കുന്നു NB നായരുടെ അഭിപ്രായത്തോട്? ഇന്ന് ആ ഹെലികോപ്റ്ററിൻ്റെ അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? നായർ പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ എയർഫോഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടുന്നു എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു വെൽ ഓയിൽ മെഷീനറിയാണ്. കഴിഞ്ഞ 10-60 വർഷമായിട്ട് പല ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കോർട്ട് ഓഫ് എൻക്വയറി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റീസൺസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കാരണം അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുമ്പം വളരെ വ്യക്തമായിട്ടാണ് ഉള്ളത്. പിന്നെ ഈ കോർട്ട് ഓഫ് എൻക്വയറി അനൗൺസ് ചെയ്തപ്പോൾ അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ട് എയർ മാർഷൽ മൻവിന്ദർ സിംഗ് ആണ്. അദ്ദേഹം വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് കൂടെ എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഫാക്കൽറ്റീസിലുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, പിന്നെ ലോജിസ്റ്റിക്സ്, പിന്നെ വെതർ, അങ്ങനെയുള്ള എല്ലാ ബ്രാഞ്ചസിലുള്ള ഓഫീസേഴ്സ് ഉണ്ടാകും. ടേംസ് ഓഫ് റെഫറൻസിൽ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും മിസ്സിംഗ് ആയിരിക്കുമെന്ന്. പക്ഷേ ഒരു ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ എസ്പെഷ്യലി എയറുള്ള ആക്സിഡന്റ് പോലെയല്ല ഇത്. ഒരു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ആക്സിഡന്റില് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവർ ആ ബ്ലാക്ക് ബോക്സ് CVR എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ ഹെലികോപ്റ്ററിന്റെ ഡയറക്ഷൻസ്, സ്പീഡ്, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ, ഇതെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്ന് പറയുന്നത്. അതിൽ എല്ലാവിധ പാരാമീറ്റേഴ്സും ഉണ്ടായിരിക്കും. അത് അനലൈസ് കഴിയുമ്പോൾ ഒരു ഫ്ലൈറ്റ് തുടങ്ങിയ മുതൽ എവിടം വരെയും ചെന്നു, എന്തു സംഭവിച്ചു, പവർ, എഞ്ചിന്റെ പവർ, എയർക്രാഫ്റ്റിന്റെ പവർ, എല്ലാ വേരിയേഷനും അതിലുണ്ടായിരിക്കും. ഒരാളുടെ ഒരു ECG എടുക്കുന്ന പോലെയാണ്. ശ്രീ തങ്കച്ചൻ ജോൺ, ഇതിപ്പോൾ നമുക്ക് NB നായരെ നമുക്ക് വിമർശിക്കുന്നത് താങ്കളുടെ ഒരു അഭിപ്രായം. പക്ഷേ അതിലപ്പുറം ഇതിപ്പോൾ അട്ടിമറിയാവാതിരിക്കട്ടെ, അത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അട്ടിമറി അല്ലെങ്കിൽ തന്നെ അതൊരു ഹ്യൂമൻ എറർ ആണെങ്കിൽ അതും ഒരു വലിയ വീഴ്ചയാണല്ലോ. അങ്ങനെ സംഭവിച്ചോ? അതോ എഞ്ചിൻ തകരാറാണെങ്കിൽ തന്നെ ആ തകരാർ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഹെലികോപ്റ്റർ പറക്കുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള പരിശോധന, അതിൻ്റെ അഭാവം ഉണ്ടായോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എവിടെയൊക്കെയോ പിഴവുകളുണ്ട്. ആ പിഴവുകൾ എന്താണെന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതിപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതിലൂടെ മുഴുവൻ കാര്യങ്ങളിലേക്കും കടക്കാൻ സാധിക്കുമെന്ന് കരുതാമോ? ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുക ഓൾമോസ്റ്റ് മുഴുവൻ കാര്യങ്ങളിലേക്കും കടക്കാൻ പറ്റും. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് വീഴ്ച സംഭവിച്ചത്. അല്ലാതെ പെരിഫറൽ നമുക്ക് വീഴ്ച സംഭവിച്ചത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആക്സിഡന്റിലേക്ക് പോകാൻ പറ്റൂല. എയർക്രാഫ്റ്റിന്റെ ആ സമയത്തെ അതിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലൈറ്റ്, പവർ, ഓൾട്ടിറ്റ്യൂഡ്, പിന്നെ ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇതെല്ലാം എല്ലാം ഉണ്ട്. പിന്നെ പൈലറ്റും കോ പൈലറ്റും സംസാരിക്കുന്നത്, പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളർ സംസാരിക്കുന്നത്, ഇതെല്ലാം ഉണ്ട് അതിൽ. അതായത് ഫ്രം സ്റ്റാർട്ട് ടു ആക്സിഡന്റ് അതിനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിലുണ്ട്. അന്നേരം അത് അനലൈസ് കഴിയുമ്പോഴത്തേക്കും എവിടെയാണ് വീഴ്ച വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഹെലികോപ്റ്റർ താഴേക്ക് വന്നത്, അതിന്റെ ഒരു ഡയറക്ഷൻ കിട്ടും. ആ ഡയറക്ഷനിൽ മാത്രമല്ല, എനിക്ക് ഒരു കോർട്ട് ഓഫ് എൻക്വയറി തുടങ്ങുമ്പോൾ അവർ അസംബിൾ ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ് എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് എല്ലാം കമ്പയർ ചെയ്ത് ഈ ഫ്ലൈറ്റ് ഡേറ്റ അനാലിസിസും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നാണ് അവർക്ക് ഇത് ഇന്ത്യൻ എയർഫോഴ്സിൽ മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ് ഒരു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് നടക്കുമ്പോൾ അവർ ഫോളോ ചെയ്ത ഒരു പ്രോട്ടോക്കോളാണിത്. അത് അവരുടെ ഇപ്പം ഒരു സിവിൽ ആക്സിഡന്റ് നടന്നിരിക്കട്ടെ, അതിന്റെ ഡയറക്ടർ ജനറൽ സിവിൽ ഏവിയേഷൻ അവരാണ് അതിൽ കോർട്ട് ഓഫ് എൻക്വയറിക്കുള്ള ഓർഡർ കൊടുക്കുന്നത്. അതിൽ പ്രഗത്ഭരായ ആളുകളുണ്ടാകും, പല ഫാക്കൽറ്റീസിലുള്ള ആളുകളുണ്ടാകും, അവരാണിത് നോക്കുന്നത്. അതിന്ന് അവര് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇവിടെ കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ, അതെ, കരിപ്പൂരിലുണ്ടായ അപകടം. അപകടം. അത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പോലെ പല 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 ചർച്ചകൾ നടത്തിയതാണ്. പക്ഷേ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിയത് അവരുടെ ഫൈൻഡിങ്സ് ടോട്ടൽ ഡിഫറെന്റ് ആണ്. ആ ഒരു ആക്സിഡന്റ് ഒരു കാര്യം കൊണ്ട്, ഒരാളുടെ ഒരു പിഴവ് കൊണ്ട് മാത്രമല്ല നടക്കുന്നത്. ഇങ്ങനെയുള്ള കാറ്റസ്ട്രോഫിക് ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ പല കാരണങ്ങളുണ്ടാകാം. അതിൽ പക്ഷേ പൈലറ്റിന്റെ വീഴ്ച കണ്ടെത്തിയിരുന്നു. പൈലറ്റ് വീഴ്ച, പക്ഷെ പൈലറ്റിന് ആ വീഴ്ച കൊണ്ട് അത് മാത്രമല്ല പല പല കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പം അന്ന് മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവില്ലായിരുന്നു. കറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തിരുന്നെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവില്ലായിരുന്നു. ആ പൈലറ്റ് അങ്ങനെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് വേറൊരു ചർച്ചയാകും. തീർച്ചയായും. ഞാൻ അതുകൊണ്ട് കൂടിയാണ് ഈ ബ്ലാക്ക് ബോക്സ് മാത്രമാണോ ഒരു പ്രധാന ഘടകം, അതിൽ നിന്ന് എല്ലാ സത്യവും തെളിയുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. കാരണം അതിലപ്പുറം ഈ നിർദ്ദേശം വേറെ ഏതെങ്കിലും തലത്തു നിന്നും തെറ്റായ നിർദ്ദേശം സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതൊന്നും റെക്കോർഡഡ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ വേറെ രീതിയിൽ ഏതെങ്കിലും ചർച്ച അല്ല എങ്ങോട്ട് പോകണമെന്നതിൽ വേറെ തലത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൽ വേറൊരു അന്വേഷണം വേണ്ടതില്ലേ എന്ന സംശയമാണ് പല ഭാഗത്തും ഉയരുന്നത്. നമുക്കത് തുറന്ന ചർച്ചയ്ക്ക് തന്നെ വെക്കാം. ശ്രീ തങ്കച്ചൻ ജോൺ, അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, എന്തുകൊണ്ട് വേറെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വെക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന എയർഫോഴ്സിന്റെ ഒരു സാധാരണ നടക്കുന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എയർഫോഴ്സിന് പറയാൻ പറ്റൂല ഞങ്ങൾക്കൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളത്. എയർഫോഴ്സിന് വെൽ ഓയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി തന്നെ, ഫ്ലൈറ്റ് സേഫ്റ്റി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ട്. അല്ല, എയർഫോഴ്സ് പറയണം എന്നുള്ളതല്ല നമ്മൾ സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ എനിക്ക് ചോദിച്ചു തുടങ്ങിയത്. എത്താം ശ്രീ തങ്കച്ചൻ. കേണൽ ശ്രീകുമാർ, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പാലം വിമാനത്താവളത്തിൽ നിന്നുള്ളതാണ്. വൈകാരിക മുഹൂർത്തമാണ്. കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്നത്. എങ്ങും പൊട്ടിക്കരച്ചിലുകളല്ല, ദുഃഖം ഉള്ളിലൊതുക്കിയുള്ള മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ സുലൂർ വ്യോമത്താവളത്തിലും ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് അറിയുന്ന വ്യക്തികളൊന്നും ആയിരിക്കില്ല. നാട്ടുകാർ ഒന്നടങ്കം അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം, പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടു. രാജ്യം കേഴുകയാണ്. ബിപിൻ റാവത്ത് എന്ന ജനറലിനെ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അഭാവം സൃഷ്ടിച്ച വിടവ് അത് നികത്തപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? ആദ്യമായി ഇന്നലെ ഈ ദാരുണമായ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജനറൽ ബിപിൻ റാവത്തിൻ്റെ കൂടെ ഞാൻ നേരിട്ട് സർവീസ് ചെയ്തിട്ടില്ല. എങ്കിലും 80കളുടെ ആദ്യം ഞങ്ങൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ട്രെയിനിങ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു യങ് ക്യാപ്റ്റനായിട്ട് ഞങ്ങളുടെ ട്രെയിനിങ് ഇൻസ്ട്രക്ടറായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ അദ്ദേഹവുമായിട്ട് പരിചയമുണ്ടായിരുന്നു എന്നല്ലാതെ കാര്യമായി അങ്ങനെ ഞങ്ങളെ ട്രെയിനിങ് ചെയ്യിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ എന്ന ഒരു രീതിയിൽ മാത്രമേ അന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹം ആ ലെവലിൽ നിന്ന് ആർമി ചീഫായി. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിനെ കാണുന്ന 2016 അദ്ദേഹം സദേൺ ആർമി കമാൻഡറായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് പാങ്ങോടിൽ വരുമ്പോഴാണ്. അന്ന് ഞാനിവിടെ തിരുവനന്തപുരം പാങ്ങോട് സർവ് ചെയ്യുകയാണ് ആസ് എ കേണൽ. അന്നാണ് അദ്ദേഹത്തിനെ രണ്ടാമത് കാണുന്നത്. എങ്കിലും അദ്ദേഹത്തെ കണ്ടിടത്തോളം, അദ്ദേഹത്തെ അറിഞ്ഞിടത്തോളം അദ്ദേഹം വളരെ ഒന്നാമതൊരു തറോ ജെൻറ്റിൽമാൻ എന്ന് നമ്മൾ കേട്ടിരിക്കുന്നു. അദ്ദേഹം ഒരു തറോ ജെൻറ്റിൽമാൻ, ഒരു ട്രൂ സോൾജിയർ, ഒരു കംപ്ലീറ്റ് സോൾജിയർ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും സർവീസസിൽ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ സർവീസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 40 കൊല്ലത്തെ സർവീസ് കൂടാതെ വീണ്ടും ഒരു 20 കൊല്ലം കൂടെ സർവീസ് പിടിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ലഫ്റ്റനൻറ്റ് ജനറലായി റിട്ടയർ ചെയ്ത ആളാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ തൊട്ട് അദ്ദേഹം കാണുന്നതാണ് ഈ പട്ടാളം എന്താണെന്നും ആ റെജിമെൻറ്റ്, അച്ഛൻ കമാൻഡ് ചെയ്ത അതേ റെജിമെൻറ്റിൽ, ഗൂർഖ റെജിമെൻറ്റിൽ തന്നെയാണ് അദ്ദേഹവും കമാൻഡ് ചെയ്തത്. അപ്പോൾ ആകെ പറയുകയാണെങ്കിൽ ഈ 63 കൊല്ലം അദ്ദേഹം പട്ടാളത്തിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പട്ടാളത്തിന് വേണ്ടി, സർവീസസിന് വേണ്ടി വളരെ അധികം കാര്യങ്ങൾ, ഇൻ്റഗ്രേഷൻ, ട്രൈ സർവീസ് ഇൻ്റഗ്രേഷൻ, അതുകൂടാതെ മോഡേണൈസേഷൻ, ആർമിയുടെ അമേരിക്കയിൽ നിന്നുമൊക്കെ അസോൾട്ട് റൈഫിൾസ് ലേറ്റസ്റ്റ് നമുക്ക് കിട്ടാൻ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെയൊക്കെ ശ്രമം കൊണ്ടാണ്. അതുകൂടാതെ C-400 മിസൈൽ ലോഞ്ചർ റഷ്യയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ അദ്ദേഹം എൻഷുർ ചെയ്തു മാൻ ബിഹൈൻഡ് ദ കാർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ he was also instrumental in restructuring of army to reduce administrative interference, reduce duplicity and increase combat potential.
മൾട്ടി റോൾ ടാസ്കിങ്, അതായത് റിസോഴ്സസിനെ കുറച്ച് ഉപയോഗിച്ച് കൂടുതൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അത് അദ്ദേഹം വളരെ കാര്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ വളരെയധികം സക്സസ് ആവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അൺടൈംലി ഡിപ്പാർച്ചർ നമുക്കെല്ലാം ഒരു വലിയ നഷ്ടം തന്നെയാണ്, രാജ്യത്തിന് നഷ്ടമാണ്, യാതൊരു സംശയവുമില്ല. തീർച്ചയായും നമ്മോടൊപ്പം ഇപ്പോൾ കൊപ്ച ദുരന്തത്തിൽ മരിച്ച തൃശ്ശൂർ പൊന്നൂക്കര സ്വദേശി ജൂനിയർ വാറന്റ് ഓഫീസർ എ പ്രദീപിൻ്റെ ബന്ധുവായ രാമകൃഷ്ണനുമുണ്ട്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാമകൃഷ്ണൻ, പ്രദീപുമായി ബന്ധപ്പെട്ട് ഇന്ന് നാട്ടുകാർ പറയുന്നതൊക്കെ കേൾക്കുകയായിരുന്നു. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്, എല്ലാ കാര്യങ്ങളിലും കാര്യക്കാരനായി മുൻനിരയിലുണ്ടാകും. 2018 പ്രളയകാലത്ത് പ്രദീപിൻ്റെ പ്രവർത്തനം, പ്രദീപ് എങ്ങനെയാണ് യുവാക്കൾക്ക് പ്രചോദനമായത്, വിങ്ങലോട് കൂടിയാണ് ഓരോ നാട്ടുകാരും പ്രദീപിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പ്രദീപ് എപ്പോഴാണ് ഒടുവിൽ നാട്ടിൽ വന്നത്, എങ്ങനെയാണ് താങ്കളുടെ ഓർമ്മകൾ? അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തന്നെ വീട്ടിൽ ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ജീവൻ നിലനിർത്തുന്നത്. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും ഞങ്ങൾ അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചയോളം അദ്ദേഹം തൃശ്ശൂർ ഒരു ആശുപത്രിയിൽ പിതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അത് കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന യാത്രയിലാണ് ഞാൻ അദ്ദേഹത്തെ അവസാനമായി കാണുന്നത്. കാർ ഓടിക്കുന്ന പ്രദീപ്, കൂടെ ഭാര്യയുണ്ട്, 2 കൊച്ചു മക്കളുണ്ട്. അതിൽ 2ാമത്തെ പെൺകുട്ടി 1.5 വയസ്സുള്ള കുട്ടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവളെ ഞാൻ എൻ്റെ അടുത്ത് എന്നെ കാണിച്ചു തന്ന് ആ യാത്രയാണ് പ്രദീപിൻ്റെ ഞങ്ങളെ സംബന്ധിക്കുന്ന അന്ത്യയാത്രയായത്. ഈ ഭാരതം മുഴുവൻ കഴിയുന്നതോടൊപ്പം ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമം, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ഞങ്ങളെപ്പോലെ ഞങ്ങളിൽ ഉള്ള ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് പ്രതികൂല സാഹചര്യങ്ങളെ മുഴുവൻ നേരിട്ട് ഇത്രയും ഔന്നത്യത്തിലെത്തിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ സർവ്വസൈന്യാധിപനെ കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞ ഞങ്ങളുടെ പ്രദീപന് ഞങ്ങളുടെ നാടിൻ്റെ മാത്രമല്ല, മലയാളിയുടെ മാത്രമല്ല, ഭാരതത്തിൻ്റെ മുഴുവൻ കണ്ണീർപ്പൂക്കൾ ഞാനും അർപ്പിക്കുന്നു. ഒരു സംശയമില്ല ശ്രീരാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സാഹചര്യം ഒന്ന് പറയാമോ? അച്ഛൻ കിടപ്പിലാണ്, അദ്ദേഹം അറിഞ്ഞിട്ടില്ല മകൻ മരിച്ചത് എന്നുള്ള വാർത്തയുണ്ട്. അപ്പോൾ നാളെ മൃതദേഹം തൃശ്ശൂരിൽ എത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് വീട്ടിലെ ഒരു സാഹചര്യം? വീട്ടിലെ ഈ സഹിക്ക വയ്യാത്ത ഒരു സ്ഥിതി തന്നെയാണ് അവിടെ ഉള്ളത്. അന്ന് പ്രദീപ് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഓക്സിജൻ്റെ സഹായത്തോടു കൂടി അച്ഛനെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അന്ന് മുതൽ തന്നെ അദ്ദേഹം ഒരു 10 മിനിറ്റിലധികം കൃത്രിമ ശ്വാസം കിട്ടാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ആകെയുള്ളത് അമ്മയും ഒരു അനിയനുമാണ്, ഒരു സഹോദരനാണ്. അപ്പോൾ ഈ മുഴുവൻ ശുശ്രൂഷ എന്ന് പറയുന്നതും ഈ അമ്മയെക്കൊണ്ടാവാത്തത് കൊണ്ട് ഈ സഹോദരനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ കോയമ്പത്തൂർക്ക് ഈ ദുരന്ത വാർത്ത അറിഞ്ഞ് കൂടെ പോയിട്ടുണ്ടായിരുന്നത്. ഈ ശരിക്കും ഞാൻ കരുതുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ശരാശരി ബഹുമാനപ്പെട്ട ജവാന്മാരുടെ ജീവിതത്തിൻ്റെ ഒരു നേർസാക്ഷിയായിട്ടാണ് എൻ്റെ പ്രദീപിൻ്റെ വീട് ഞാൻ കാണുന്നത്. കാരണം ആ നെടുന്തൂടെന്ന് പറയാൻ വയ്യ, പ്രദീപ് അല്ലാതെ ആ കുടുംബം ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് ഏകദേശം 30 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയും 7ഉം 1.5 വയസ്സുള്ള 2 കൊച്ചു മക്കളെയാണ് ലോകത്തിൽ വിട്ടിട്ട് അദ്ദേഹം വിട പറഞ്ഞിട്ടുള്ളത്. സഹിക്കില്ല മാഡം. നമ്മൾ ഈ ഞങ്ങളിത് TV-യിലും പത്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. സ്വന്തം നാട്ടിൽ സ്വന്തം സഹോദരനും സ്വന്തം മകൻ, എൻ്റെ മകൻ്റെ ഒപ്പം ഒരേപോലെ ഇവരൊന്നു മുതൽ കളിച്ച് വളർന്ന് പഠിച്ച് പ്രതികൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ സമയമില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ യോഗ്യത നേടി അദ്ദേഹം ഈ എയർഫോഴ്സിൽ ചേർന്നതും ഇത്ര സ്തുത്യർഹമായ സേവനം നടത്തിയിട്ടുള്ളതും. ഞങ്ങൾക്ക് ആർക്കും പോലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോളിലാണ് പ്രദീപ് ഉണ്ടായിരുന്നതെന്ന് പോലും ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ വീടിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട
മന്ത്രി, അതുപോലെ എല്ലാവരും വന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളാകെ ചെയ്തൊരു നാട്ടുകാരും അയൽവക്കക്കാരും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരെയും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അച്ഛൻ്റെ ആ അവസ്ഥ ഞങ്ങൾ കഴിയുന്നതും പുറമെ കാണിക്കാത്ത ഒരവസ്ഥയിൽ ഇതുവരെ അച്ഛൻ അറിഞ്ഞിട്ടില്ല. അച്ഛൻ ഇപ്പോൾ അവസാനം മനസ്സിലാക്കുന്നത് ഈ അനിയൻ പ്രസാദിനെ ഇന്നലെ മുതൽ കാണാനില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു രീതിയിൽ. പ്രദീപിനാണ് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചതെന്നുള്ള യാതൊരു പ്രതീക്ഷയും അദ്ദേഹത്തിന് ഇല്ല. നമ്മുടെ ഇവിടുത്തെ PHCയിലെ ഡോക്ടർമാരും അവരെല്ലാവരും ഇന്ന് വന്നപ്പോൾ പറഞ്ഞ്, നിങ്ങൾ കഴിയുന്നതും അദ്ദേഹത്തിന് BP ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ അങ്ങനെ ടെൻഷനൊന്നും കൊടുക്കാത്ത, കാണാൻ വയ്യാത്തൊരവസ്ഥയാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ദുഃഖകരമായ സാഹചര്യം തന്നെയാണ് ശ്രീരാമകൃഷ്ണൻ നമ്മോടൊപ്പം പങ്കുവെക്കുന്നത്. ഏതായാലും മൃതദേഹം നാളെ നാട്ടിലെത്തിക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആ കുടുംബത്തിന് താങ്ങാൻ ശക്തി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീ ജോസി, ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിംഗ് കമാൻഡർ തങ്കച്ചൻ ജോൺ പറഞ്ഞത് താങ്കൾ കേട്ടിരിക്കുമല്ലോ. ഇപ്പോഴുള്ള നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം അത് മതിയാകും എന്നുള്ളതാണ്. പക്ഷേ ഇതിനു മുമ്പും പല അപകടങ്ങളിലും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൈനിക തലത്തിൽ തന്നെ പല അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ചിലതിൽ കമ്മീഷനുകളെ വെച്ചിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ പല പ്രധാനപ്പെട്ട കണ്ടെത്തലുകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പക്ഷേ ആ കണ്ടെത്തലുകൾ നാടറിഞ്ഞിട്ടില്ല, പുറം ലോകം അറിഞ്ഞിട്ടില്ല. അത് രാജ്യ താല്പര്യം ഉയർത്തിക്കൊണ്ട് അത് പുറത്തേക്ക് വിടേണ്ട എന്ന തീരുമാനം പല തലത്തിൽ എടുക്കപ്പെട്ട സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് അത് മറച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സമാനമായൊരു സാഹചര്യം ഈ സാഹചര്യത്തിലും ഉണ്ട് എന്നിപ്പോൾ സംശയിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു വലിയ ഒരു ശാപം എന്ന് പറയുന്നത്, ഭരിക്കാനിരിക്കുന്നവർക്ക് സുതാര്യത എന്ന് പറയുന്നത്, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഏതോ ശത്രുപക്ഷത്തിനോട് എന്തോ രഹസ്യം കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് അവർ പലരും കരുതുന്നത്. അത് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷമുണ്ടായ എൻക്വയറി കമ്മിറ്റി ആയാലും പിന്നീട് നമ്മൾ കണ്ട പല രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധി അസാസിനേഷൻ പല കേസുകളും. പക്ഷേ ആ ഒരു പേടി മാറ്റിക്കൊണ്ട് നമ്മളെന്ന് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യം, അതിന്റെ സത്യം ജനങ്ങളോട് പങ്കുവയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഈ കേസിൽ നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഒരിക്കലും കാണാത്ത തലത്തിലുള്ള ഒരു കോംപ്ലക്സ് സെക്യൂരിറ്റി സിറ്റുവേഷനോട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചൈന അതിർത്തിയിൽ സിറ്റുവേഷൻ വളരെ മോശമാണ്. പാകിസ്ഥാൻ അതിർത്തി, ഇന്ത്യക്കകത്ത് എല്ലാം ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് നമ്മുടെ മിലിറ്ററിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് മോഡേണൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ജനറലിൻ്റെ ആക്സിഡന്റ് നടക്കുന്നത് അത് ഏതെങ്കിലും അട്ടിമറിയാണോ അല്ലയോ എന്ന് അറിയാൻ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. അതൊരു ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ്. രണ്ട്, അങ്ങനെ നമ്മൾ പബ്ലിക്കായി ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ചതിനെ കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം ഈ ഒരു തെറ്റ് വീണ്ടും വരാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കണ്ടഹാർ ഹൈജാക്കിലും മുംബൈ അറ്റാക്കിലൊക്കെ കണ്ടതുപോലെയുള്ള തെറ്റുകൾ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കും. ഞാനിത് അട്ടിമറി എന്ന് പ്രസ്യൂം ചെയ്യുകയല്ല, പക്ഷെ അട്ടിമറി അല്ല എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ റൈറ്റ് ഓഫ് ചെയ്തു. ഇതൊരു അട്ടിമറി ആകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും ട്രാൻസ്പെറന്റ് ഇൻവെസ്റ്റിഗേഷനാണ് വേണ്ടത്. ആ കണ്ടുപിടുത്തങ്ങൾ അത് പബ്ലിക്കായിട്ട് ജനങ്ങളോട് അറിയിക്കുകയും വേണം. പാലം വിമാനത്താവളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാലം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുകയാണ് അദ്ദേഹം. അല്പം മുമ്പ് നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാറും എത്തിയിട്ടുണ്ട് പാലം വിമാനത്താവളത്തിൽ. അല്പസമയത്തിനകം പ്രധാനമന്ത്രി, രാഷ്ട്രപതി എന്നിവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും. രാജ്നാഥ് സിംഗ് ഇന്നലെ ഈ അപകടത്തിന് തൊട്ട് പിന്നാലെ ബിപിൻ റാവത്തിൻ്റെ ബസ്തിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു. ഇപ്പോൾ അവർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. മകളാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്. രാജ്നാഥ് സിംഗ് ഇന്ന് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന, ഈ അപകടം കണ്ട ദൃക്സാക്ഷി പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ അന്തിമോപചാരം അർപ്പിക്കൽ എന്ന നിലയ്ക്കായിരുന്നു. അപകട കാരണം വിശദീകരിക്കുന്ന ഒരു
നടപടിയിലേക്ക് അദ്ദേഹം പാർലമെന്റിൽ കടന്നിട്ടില്ല. നേരത്തെ NK പ്രേമചന്ദ്രൻ പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം വേണ്ട എന്നതുകൊണ്ടാണ് ഇന്ന് അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കിയത്. പക്ഷേ പ്രതിപക്ഷത്തിന് ചില ചോദ്യങ്ങളുണ്ട്, അത് വരും ദിവസങ്ങളിൽ ഉന്നയിക്കപ്പെടുക തന്നെ ചെയ്യും. ശ്രീ NK പ്രേമചന്ദ്രൻ, ജോസി പറഞ്ഞതും താങ്കൾ കേട്ടിരിക്കും. നേരത്തെ ശ്രീ വിംഗ് കമാൻഡർ തങ്കച്ചൻ ജോൺ പറഞ്ഞതും താങ്കൾ കേട്ടിരിക്കും. നിലവിൽ മറ്റൊരു അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യം സൈന്യത്തിന് ആവശ്യപ്പെടാൻ സാധിക്കുകയില്ല എന്നൊരു പ്രായോഗിക ബുദ്ധിമുട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ പ്രതിപക്ഷത്തിന് ആവശ്യം ഉന്നയിക്കാം. അതിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കേണ്ടതുണ്ട് എന്നതിലേക്കാണ് ജോസഫ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. കാരണം അട്ടിമറിയല്ല, അല്ലെങ്കിൽ അട്ടിമറിയാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നടത്താൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആർക്കും കഴിയില്ല. അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഇത്തരം കാര്യങ്ങളിൽ സംയുക്ത സൈനിക മേധാവി, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് യുദ്ധതന്ത്രങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സൈനിക മേധാവി കൂടിയാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേറ്റവും ഒടുവിൽ ഡോഗ്ലാം ഉൾപ്പെടെ ലഡാക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചൈനയുമായിട്ടുള്ള അതിർത്തി സംഘർഷങ്ങളിലൊക്കെ ഫീൽഡിൽ പോയി നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു സൈനിക മേധാവി കൂടിയാണ് ബിപിൻ റാവത്ത്. ഇന്ത്യൻ സൈനിക ശേഷിയെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ പരിഷ്കാര പദ്ധതികൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. കാലത്തിനനുയോജ്യമായിട്ടുള്ള മാറ്റം, നല്ലതുപോലെ മോഡേണൈസ് ചെയ്യുക, എക്വിപ്പ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്ത് അത് പ്രവർത്തന പന്ഥാവിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റിൻ്റെ തോത് പരിശോധിച്ചാൽ തന്നെ സമീപകാലത്തായിട്ടുള്ള എല്ലാ ബഡ്ജറ്റുകളിലും വൻ തോതിലുള്ള വർധനവാണ് ഡിഫൻസ് ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വരുത്തിയിട്ടുള്ളത്. ആധുനിക ഉപകരണങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്ന കാര്യത്തിലായാലും, അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തെ സാങ്കേതിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സൈനിക ശേഷിയെ വികസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സൈനിക മേധാവിയാണ് സംയുക്ത സൈനിക മേധാവി. നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ സർവ്വ സൈന്യാധിപനാണ് ഭാരതത്തിന് നഷ്ടപ്പെട്ടത്. അങ്ങനൊരു നഷ്ടം, അല്ലെങ്കിൽ അങ്ങനൊരു അതും ആകസ്മികമായിട്ടുള്ള ഒരു അപകടത്തിലൂടെ, ഒരു ദുരന്തത്തിലൂടെ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു മിലിറ്ററി തലത്തിലുള്ള അന്വേഷണത്തിനപ്പുറത്തേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് പ്രധാനപ്പെട്ട കാരണം മിലിറ്ററി തലത്തിലുള്ള നേരത്തെ ഇവിടെ പറഞ്ഞ എൻക്വയറി കമ്മീഷൻ അനുസരിച്ചുള്ള അന്വേഷണത്തിന് ഒരുപാട് പരിമിതികളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തുന്ന അന്വേഷണം ഏതാണ്ട് നല്ല ഒരു ശതമാനം കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഒരു തരത്തിലും അത് പബ്ലിക് ഡൊമൈനിൽ വരാനുള്ള സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. NK പ്രേമചന്ദ്രൻ, സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും പല വിഷയങ്ങളിലും സൈനിക തലത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കമ്മീഷനുകളെ വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ ശ്രീ ജോസഫിനോടും ചോദിച്ചത്. പക്ഷേ അതൊന്നും വെളിച്ചം കണ്ടിട്ടില്ല. സത്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ പുറം ലോകം അറിഞ്ഞിട്ടില്ല. അതൊരു ശരിയായ രീതിയാണോ? നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച ഒരു ബഹുമാനപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ച വളരെ ശരിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും അങ്ങനെ കോൺഫിഡൻഷ്യലായി വെക്കാൻ കഴിയുന്നതല്ല. ശരിയാണ്, രാജ്യസുരക്ഷയെ കരുതി, അല്ലെങ്കിൽ ഒരു രാജ്യത്തൊരു പൊതു താല്പര്യത്തെ മാനിച്ച് ചില കാര്യങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതായിട്ട് വരും. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് പുറത്ത് പറയാൻ കഴിയില്ല, പബ്ലിക് ഡൊമൈനുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സംയുക്ത സൈനിക മേധാവി ആകസ്മികമായ ദുരന്തത്തിൽപ്പെട്ട് മരിക്കാനിടയായിട്ടുള്ള പശ്ചാത്തലത്തെ സംബന്ധിച്ച് അറിയാനുള്ള അവകാശം രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അത് മിലിറ്ററി തലത്തിലുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രം അതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാനിത് പറയാൻ കാരണം നേരത്തെ പറഞ്ഞു രണ്ട് കാരണങ്ങളല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ കാലാവസ്ഥയുടെ പിഴവ് കൊണ്ടാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹ്യൂമൻ എററാണോ, ടെക്നിക്കൽ സ്ലാഗാണോ, ഇത് ഏതാണ്, അതല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള അട്ടിമറി ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നല്ലതുപോലെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പൊതുസമൂഹത്തിന് അതറിയാനുള്ള അവകാശമുണ്ട്, അറിയാനുള്ള താല്പര്യമുണ്ട്. നമുക്കറിയാം, ഈ ദുരന്ത വാർത്ത അറിഞ്ഞത് മുതൽ രാജ്യം ഒറ്റക്കെട്ടാണ്. ഇതിനകത്തൊരു ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല, രാഷ്ട്രീയം അല്പം പോലുമില്ല. എല്ലാവരും എല്ലാം മറന്ന് ഒരുമിച്ച് ഈ ദുരന്തത്തിൽ
നമ്മളെല്ലാവരും അനുശോചനം അറിയിക്കുകയും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഒരു ഐക്യം, അപൂർവം ചില സ്ഥലങ്ങളിൽ നിന്ന് അനഭിലഷണീയമായിട്ടുള്ള ചില പ്രവണതകൾ ഉണ്ടാകുന്നു എന്നത് ഒഴിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്. ഇപ്പോൾ തന്നെ നേരത്തെ പ്രദീപിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയെ സംബന്ധിച്ച് ശ്രീ രാമകൃഷ്ണൻ വിശദീകരിച്ചപ്പോൾ സത്യത്തിൽ അത് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായ തേങ്ങൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അതിർത്തി കാൽക്കുന്നതിന് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള സമർപ്പിത ജീവിതം നയിക്കുന്ന സൈനിക സമൂഹം, ആ സൈനിക സമൂഹവും അതിന് നേതൃത്വം കൊടുക്കുന്ന സൈന്യാധിപനുമൊക്കെ ആകസ്മികമായി മരണപ്പെടുമ്പോൾ ആ മരണകാരണം എന്തെന്ന് ജനങ്ങളോട് പറയാനും അറിയിക്കാനുമുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്. ആ ഇരുമ്പ് മറയുടെ കാലഘട്ടം കഴിഞ്ഞു, ഇന്ന് സുതാര്യതയുടെ കാലഘട്ടമാണ്. ആ ഒരു ട്രാൻസ്പെറൻസിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മുടെ രാജ്യവും തമ്മിലുള്ള അയൽ രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ പറയണമെന്നില്ല. പബ്ലിക് ഓർഡറിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകളോ സംഭവങ്ങളോ